അയ്യോ ഇനി ബീഫ് കഴിക്കാമോ, അത് ക്യാൻസർ ഉണ്ടാക്കുമെത്രേ. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ് മീറ്റ് അഥവാ ചുവന്ന മാംസം കഴിക്കുന്നത് കോളൻ ക്യാൻസറിന് കാരണമാകുന്നു എന്ന പ്രസ്താവനയാണ് ഈ കോളിളക്കത്തിന് പിന്നിൽ. മലയാളിയെ സംബന്ധിച്ച് ബീഫും പോർക്കും മട്ടനും ഇല്ലാത്ത ഭക്ഷണശീലം അത്ര എളുപ്പമല്ല. അത്രയേറെ പ്രിയപ്പെട്ട വിഭവം വേണ്ടെന്ന് വെക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിക്കാൻ വരട്ടെ. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, അതോ പാശ്ചാത്യ രാജ്യങ്ങളിലെ കണ്ടെത്തലുകൾ വെറുതെ അങ്ങ് ഇറക്കുമതി ചെയ്യുന്നതാണോ? പരിശോധിക്കാം. ഇന്ത്യയിലെ ഭക്ഷണ രീതി, ജീവിതശൈലി, ജനിതക ഘടന എന്നിവ വെച്ച് നോക്കുമ്പോൾ ഈ റെഡ് മീറ്റ് പേടി തീർത്തും തെറ്റിദ്ധാരണാജനകമാണ്. ഭയം അടിസ്ഥാനമാക്കിയുള്ള പോഷകാഹാര ഉപദേശങ്ങൾക്ക് പകരം വസ്തുതകൾ എന്തെന്ന് നോക്കാം. ചുവന്ന മാംസങ്ങളെക്കുറിച്ചുള്ള ഭൂരിഭാഗം ഗവേഷണങ്ങളും നടന്നിട്ടുള്ളത് യൂറോപ്പിലും അമേരിക്കയിലുമാണ്. അവിടുത്തെ ഉപഭോഗവും നമ്മുടെ ഉപഭോഗവും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരമുണ്ട്. ഒരു അമേരിക്കൻ പൗരൻ വർഷത്തിൽ 35 മുതൽ 40 കിലോ വരെ ചുവന്ന മാംസം കഴിക്കുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഉപഭോഗം കേവലം 4 മുതൽ 5 കിലോ മാത്രമാണ്. പോഷകാഹാരത്തിന്റെ കാര്യത്തിൽ അളവ് വളരെ നിർണായകമാണ്. ഉയർന്ന ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ള പഠനഫലങ്ങൾ വളരെ കുറഞ്ഞ ഉപഭോഗം മാത്രമുള്ള ഇന്ത്യക്കാരിലേക്ക് അതേപടി പകർത്തിവെക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. റെഡ് മീറ്റിനെ പറ്റിയുള്ള ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സംസ്കരിച്ച മാംസങ്ങളെയാണ്. ബേക്കൺ, സോസേജുകൾ, ഹാം തുടങ്ങിയ പ്രോസസ്ഡ് ഭക്ഷണങ്ങളിൽ നൈട്രേറ്റുകൾ തുടങ്ങിയ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മഞ്ഞളും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് വീട്ടിൽ പാകം ചെയ്യുന്ന ഫ്രഷ് കറി ഈ അപകട സാധ്യതയുള്ള വിഭാഗത്തിൽ പെടുന്നതല്ല. ഓൺലൈൻ ചർച്ചകളിൽ ഈ നിർണായക വ്യത്യാസം സൗകര്യപൂർവ്വം ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാമുകൾ പരിശോധിക്കുമ്പോൾ കോളൻ ക്യാൻസറിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ മറ്റ് ചില ജീവിതശൈലികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. വ്യായാമമില്ലാത്ത ജീവിതശൈലിയും അമിതവണ്ണവും ഇതിലൊരു കാരണമാണ്. ശരീരഭാരം കൂടുന്നതും മെറ്റബോളിക് സിൻഡ്രോമുകളും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലെ കുറവും അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗവും ക്യാൻസറിന്റെ കാരണങ്ങളായി ആരോഗ്യ വിദഗ്ധർ കാണിക്കുന്നു. ദഹനനാളത്തിലെ ക്യാൻസറുകളുടെ ശക്തമായ കാരണങ്ങളായി വിദഗ്ധർ പറയുന്നത് പുകവലിയാണ്. വർദ്ധിച്ചു വരുന്ന മദ്യപാനവും ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. മാംസാഹാരം അധികം കഴിക്കാത്തവർ പോലും ഇന്ന് ക്യാൻസർ രോഗികൾ ആകുന്നുണ്ടെന്നിരിക്കെ ഒരു ഭക്ഷണത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ പരമ്പരാഗത ഭക്ഷണക്രമം റെഡ് മീറ്റിന്റെ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നു. മഞ്ഞൾ, ഇഞ്ചി, ജീരകം, പുളിപ്പിച്ച ഭക്ഷണങ്ങളായ തൈര് എന്നിവയെല്ലാം കുടലിന്റെ ആരോഗ്യം നിലനിർത്താനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. റെഡ് മീറ്റ് ഈ ഹെൽത്ത് ഇക്കോസിസ്റ്റത്തിൽ കഴിക്കുമ്പോൾ അതിന്റെ അപകട സാധ്യത കുറയുന്നു. ഇന്ത്യൻ ഭക്ഷണത്തിലെ ഈ സംരക്ഷിത ഘടകങ്ങളെ പാശ്ചാത്യ ഗവേഷണങ്ങൾ പരിഗണിക്കാറില്ല. കേരളവും ഗോവയും പോലുള്ള മാംസോപഭോഗം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ക്യാൻസറിന്റെ ഹോട്ട്സ്പോട്ടുകൾ അല്ലാത്തത് എന്തുകൊണ്ട്? ഈ ഒരൊറ്റ ചോദ്യത്തിൽ ഈ ഓൺലൈൻ ചർച്ചയുടെ മുന്നോടിയുന്നുണ്ട്. മിതമായ അളവിൽ വീട്ടിൽ ശുചിയായി പാകം ചെയ്യുന്ന ചുവന്ന മാംസം നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമല്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. വ്യായാമമില്ലാത്ത ദിനചര്യ, ഫൈബർ തീരെയില്ലാത്ത ഭക്ഷണം, മെറ്റാബോളിക് പ്രശ്നങ്ങൾ എന്നിവയാണ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ വില്ലന്മാർ. പേടിയല്ല, അറിവും യുക്തിയുമാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യം. സമീകൃതമായ ജീവിതശൈലിയിലൂടെ നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാം.